യഥാർത്ഥ സഭാചരിത്രം രൂപപ്പെടുന്നത് സംഘടനാ താല്പര്യമുള്ള ആളുകളുടെ തൂലികത്തുമ്പിൽ പിറന്നു വീഴുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നല്ല, സകലതും മറനീക്കി കാണുന്ന നിത്യതയുടെ രംഗത്താണ്. അന്ന് ആരും കാണാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ സഹോദരിമാരുടെ കണ്ണുനീരിന് പേർ വിളിച്ച് പ്രതിഫലം നൽകുന്ന ദിവസമുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കളായി ഇരിക്കുന്ന ഇരിപ്പിൽ കരമടിച്ചൊന്ന് ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു സഭയിൽ ഉപവാസ പ്രാർത്ഥന വെച്ചാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സഹോദരിമാരാണ്. ഒരു സഭായോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സഹോദരിമാരാണ്. ഒരു സഭയുടെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് മുൻപിൽ നിൽക്കാൻ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് സഹോദരിമാരാണ്. ഒരു വീട്ടിലെ ആത്മീയരായി ചിലരെ അക്കമിട്ടെടുത്താൽ അതും കൂടുതൽ സഹോദരിമാരാണ്. കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്താൽ അതും സഹോദരിമാരാണ്. കാഹളം തൊനിച്ച് നിത്യതയിലെത്തുമ്പോഴും മിക്കവാറും സഹോദരിമാർ തന്നെ ആയിരിക്കും അവിടെയും കൂടുതൽ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സഹോദരിമാരുടെ സേവനങ്ങൾക്ക് ദൈവം കരുത്ത് പകരട്ടെ. ഒരു ജനതയെ കൊന്നുമുടിക്കത്തക്ക വിധം കഴുകുമരം തയ്യാറാക്കി ഹാമാൻ ഒരുക്കിയ കുടില തന്ത്രങ്ങളെ മുഴുവൻ പരാജയപ്പെടുത്താൻ കൊട്ടാരത്തിനകത്ത് തലയിൽ പൂഴി വാരിയിട്ട് നിലവിളിക്കുന്ന ഒരു മൊർദെഖായിയുടെ പിൻപിൽ കരയാൻ ഒരു എസ്തേറിനെ ദൈവം ഉപയോഗിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഈ ജീസസ് മിനിസ്ട്രിയുടെ പുറകിൽ അധ്വാനിക്കുന്ന സഹോദരിമാരുടെ സേവനങ്ങൾ നിത്യതയിൽ പ്രതിഫലമായി മാറുമെന്ന് മാത്രമല്ല, പാതാള ഗോപുരങ്ങൾക്കൊരു പ്രഹരമായി, ദൈവസഭയ്ക്കൊരു കവചമായി മാറും. ഇതിൻ്റെ പുറകിൽ മഹാദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. ശക്തമായി ദൈവമക്കൾ ഈ ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് പുറകിൽ ഞാനൊരു വിദേശ രാജ്യത്ത് സുവിശേഷ യോഗത്തിനായി കടന്നു ചെന്നു. പ്രസംഗവേദിയിൽ നിന്നും ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലാൻ ഫ്ലൈറ്റ് ഇറങ്ങി അല്പം താമസമുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുൻപേ ഒരു സഹോദരൻ അവിടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ വേദിയിലോട്ട് കയറി ചെല്ലുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ച ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. നിരണം ഭാഗത്തേക്ക് ഒരു ഓട്ടം പോയതിനു ശേഷം തിരികെ വണ്ടി വരുമ്പോൾ ഒരു വഴിവക്കിൽ ഒരു നീലപ്പടുത വലിച്ചു കെട്ടി ചുരുക്കം ആളുകൾ ഒരു സുവിശേഷ യോഗത്തിൽ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന രംഗം. വണ്ടി അവിടെ വഴിവക്കിൽ നിർത്തിയിട്ട് ആ അന്തരീക്ഷത്തിൽ ഒഴിഞ്ഞു മാറി ഒരു മയിൽക്കുറ്റിയുടെ മുകളിലിരുന്ന് അല്പസമയം പ്രസംഗം കേട്ടു. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു എൻ്റെ അടുക്കൽ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. രവീന്ദ്രൻ എന്ന ഈ അക്രൈസ്തവ സഹോദരൻ പറയുകയാണ്, ഞാൻ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, യേശുവേ, നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങൾ എനിക്ക് വിവാഹാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ച ഒരു പെൺകുട്ടിയെ കാണുവാൻ എൻ്റെ വീട്ടുകാരും ഞാനും പോകുന്നുണ്ട്. ആ സമയം വ്യക്തിപരമായ സംഭാഷണത്തിൽ അവൾ യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുവാങ്ങിയവളാണ് എന്ന് സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന യേശു കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കും. നിങ്ങൾക്കറിയാമോ, ഞായറാഴ്ച രാവിലെ പുലിയൂരിൽ ഒരു യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുത്തു. ഇദ്ദേഹം ചൊവ്വാഴ്ച കുടുംബാംഗങ്ങളുമായ പെൺകുട്ടിയെ കാണുവാനെത്തി. ആ പെൺകുട്ടി വ്യക്തിഗത സംഭാഷണത്തിൽ പറഞ്ഞു, ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുവാങ്ങിയ ഒരു ദൈവപൈതലാണ്. എൻ്റെ ശേഷിച്ച നാളുകൾ യേശുവിന് വേണ്ടി മാത്രമായിരിക്കും. എന്തിന്? അവരുടെ മതാചാരപ്രകാരം വിവാഹം നടന്നെങ്കിലും നേഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പെൺകുട്ടി ആ രാജ്യത്തേക്ക് ചേക്കേറാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങളിൽ ഏർപ്പെടുകയും അവർ കുടുംബമായി 2 പിഞ്ചു കുഞ്ഞുങ്ങളോടുകൂടി അവിടെ എത്തിച്ചേരുകയും ഒരു സഭയിൽ ദൈവത്തെ ആരാധിക്കാൻ കൂടിയപ്പോൾ
ആ സഭ നടത്തുന്ന യോഗത്തിൻ്റെ പ്രസംഗകനായി എന്നെ ക്ഷണിക്കാൻ കാരണം പണ്ട് കണ്ടത്തിൽ പ്രസംഗിച്ച ഉപദേശി എന്ന പരിഗണനയിലാണ് എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ഇതിനകത്തൊരു വലിയ ജനക്കൂട്ടമില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ദൈവമക്കളുടെ കണ്ണുനീരിവിടെ വീണാൽ ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ചില ആത്മാക്കളെ വിടുവിക്കുവാൻ യേശുവിൻ്റെ കരം ഉയരുമെന്ന് ബോധ്യമുള്ള സകല ദൈവമക്കളെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ചില മിനിറ്റുകൾ ശബ്ദം ഉയർത്തിയൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാ നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കർത്താവിൻ ദാസൻ ഷിബു മാലം പാസ്റ്റർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാണിക്കുറിയാക്കോസ് പാസ്റ്റർ, ഇവരൊക്കെ എനിക്ക് പ്രിയങ്കരരാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ചില മിനിറ്റുകൾ ഒന്നിച്ച കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്നൊന്ന് ആത്മാവിൽ തലയ്ക്ക് മുകളിൽ കരങ്ങൾ ഉയർത്തി ഒന്ന് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ഇന്ന് രാത്രി ഇരുട്ടിൻ്റെ ശക്തികൾ മുഖം വെച്ച് ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്ന ചില ആത്മാക്കളെ ഇരുട്ടിന്റെ ശക്തികളുടെ ബന്ധനത്തെ തകർത്ത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടത്തക്ക വിധത്തിൽ ദൈവകരം ഉയരേണ്ടതിന് ആത്മനിയോഗം പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. കടുങ്കെട്ടു വീണ ചില ബന്ധനങ്ങളെ അഴിച്ചു മാറ്റാൻ ഈ ഗ്രൗണ്ടിൽ യേശുവിന്റെ കരം ബലത്തോടെ ചലിക്കട്ടെ. കരിമരുന്ന് നിറഞ്ഞ ഒരു പാത്രത്തിലേക്ക് ഒരല്പം തീയുടെ സ്പർശനം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സ്ഫോടനം വ്യാപരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ കരിമരുന്ന് നിറഞ്ഞ ചില ഹൃദയങ്ങളിലേക്ക് ആത്മാവിന്റെ അഗ്നിയുടെ സ്പർശനം ഇന്ന് രാത്രി ഉണ്ടാകുമ്പോൾ അത്ഭുതത്തിന്റെ പൊട്ടിത്തെറിയോടുകൂടെ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ജനം മടങ്ങത്തക്ക വിധം ദൈവകരം ചലിക്കേണ്ടതിന് നമുക്ക് എല്ലാവർക്കും ആത്മാവിൽ ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവന്റെ നാമത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവപുത്രന്റെ കരത്താൽ ഈ ഗ്രൗണ്ടിൽ അടയാളത്തോടെ 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 ഒരു ദൈവപ്രവൃത്തി നടക്കേണ്ടതിന് ഈ യോഗത്തെ പ്രാർത്ഥിച്ച് കരങ്ങളിൽ കൈമാറുകയാണ്. കർത്താവ് ഇത് ചെയ്യാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആ വേദപുസ്തകം കരങ്ങളിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? എല്ലാ ദൈവമക്കളും ആ പുസ്തകം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. എല്ലാ നാവുകളിൽ നിന്ന് സ്തോത്രത്തിന്റെ ശബ്ദം ഉയരട്ടെ. ഇന്ന് രാത്രി ഇവിടെ ഒരു ആത്മീയ യുദ്ധം നടക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്കറിയാം പ്രാർത്ഥനയുടെ പോരാട്ടം ഉയരുന്ന ഒരു രംഗമാണ് ഈ രംഗം. അതുകൊണ്ട് ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ പരസ്യ സ്ഥലത്ത് ഈ ജീവന്റെ വചനം അഭിമാനത്തോടെ തല ഉയർത്തണം. ഇതുമായി രാത്രി യോഗത്തിന് വരാൻ ദൈവം എനിക്ക് കൃപ തന്നത് എൻ്റെ ഭാഗ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, 2019 കോവിഡ് അനേക ജീവനെടുത്തു. ആയിരങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു. കൊച്ചൊരു മൂക്കിപ്പനിക്ക് ആശുപത്രിയിലേക്ക് കയറിപ്പോയവർ പ്ലാസ്റ്റിക് പൊതിഞ്ഞിറക്കിക്കൊണ്ടുവന്ന് കത്തിച്ചു കളഞ്ഞപ്പോൾ നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും നമ്മുടെ കാലിനെ ഇടർച്ചയിൽ നിന്നും നമ്മുടെ ജീവനെ മരണത്തിൽ നിന്നും സൂക്ഷിച്ച് 24-ഉം 25-ഉം 26-ഉം ഒക്കെയായി 26-ലെ ഈ മെയ് മാസത്തിൽ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ദൈവം ഭാഗ്യം നൽകിയത് നമ്മുടെ രക്തത്തിന്റെ പ്രതിരോധ ശേഷിയുടെ കൂടുതൽ കൊണ്ടല്ല, എൻ്റെ ദൈവം എനിക്ക് കിളച്ച് വളമിട്ടതിൻ്റെ മഹത്വമാണ് എന്ന് മാത്രം തിരിച്ചറിയുന്ന ദൈവമക്കൾ കൈകെട്ടി വാപൂട്ടി അനങ്ങാൻ പാറ നയത്തിൽ ഇതിനകത്ത് ഇരിക്കരുത്. ഇരിക്കുന്ന ഇരിപ്പിൽ ജീവൻ പ്രാപിച്ച ദൈവമക്കൾ, ആരാധനയുടെ മഹത്വം അറിഞ്ഞവർ ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് തുടിക്കുന്ന ഹൃദയത്തോടെ ഇവിടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന രാത്രിയാണ്. ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്. ബുദ്ധമതഗ്രന്ഥം, ജൈന മതഗ്രന്ഥം, പാഴ്സി മതഗ്രന്ഥം, സിഖ് മതഗ്രന്ഥം, ഇസ്ലാം മതഗ്രന്ഥം. ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളും അതുല്യമെന്ന്, വൈശിഷ്ട്യം നിറഞ്ഞതെന്ന്, സത്യസന്ധമെന്ന്, ഈശ്വരാസ്തിക്യത്തിന്റെ പ്രഖ്യാപിത രേഖകളെന്ന് തെളിയിപ്പാൻ അശ്രാന്ത പരിശ്രമം നടക്കുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് ആധാരമായ
ഈ പരിശുദ്ധ തിരുവെഴുത്തിൻ്റെ പരമ ഉത്കൃഷ്ടത, ഇതിൻ്റെ പവിത്രത, ഇതിൻ്റെ വൈശിഷ്ട്യം, ഇതിൻ്റെ സത്യസന്ധത, ഇതിൻ്റെ തെറ്റിക്കൂടായ്മ, ഇതിൻ്റെ ദിവ്യത്വം, ഇതിൻ്റെ അപ്രമാദിത്വം, ഇതിൻ്റെ മഹത്വം ഏതിലാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്? ലോകത്തിലെ സകല മതങ്ങളും സത്യവും സങ്കല്പവും മനുഷ്യന്റെ കൺമുൻപിൽ വിളമ്പി വയ്ക്കുമ്പോൾ അക്ഷരാഭ്യാസമില്ലാത്തവനെയും ദൈവരാജ്യത്തിന് അവകാശിയാക്കാൻ ശക്തിയുള്ള ഈ ജീവന്റെ വചനത്തിന്റെ അതുല്യത നിലകൊള്ളുന്നത് ഒരു പിടി പ്രവചനങ്ങളിലാണ്. കരങ്ങളിൽ പുസ്തകമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഈ പുസ്തകവുമായി നടക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ പറയണം, ഇതിൻ്റെ കേന്ദ്ര ബിന്ദു നിറവേറിക്കഴിഞ്ഞതും നിറവേറൽ കാത്തു കിടക്കുന്നതും നിറവേറിക്കൊണ്ടിരിക്കുന്നതുമായ നിരവധി പ്രവചനങ്ങളിലാണ്. ഞാനങ്ങ് റാന്നി ജനിച്ചതും നിങ്ങളൊക്കെ ഇവിടെ പരിസരങ്ങളിൽ ജനിച്ചതുമൊന്നും ആരും പ്രവചിച്ചിട്ടല്ല. നമ്മളൊക്കെ വന്ന കൂട്ടത്തിൽ അങ്ങ് വന്നതാണ്. എന്നാൽ യേശു പലസ്തീനിൽ ജനിച്ചത് അത് വന്ന കൂട്ടത്തിൽ വന്നതല്ല. പ്രവചിച്ചു 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 പ്രവചിച്ച് പ്രവചിച്ചതുപോലെ ജനിച്ച് പ്രവചിച്ചതുപോലെ ജീവിച്ച് പ്രവചിച്ചതുപോലെ മരിച്ച് പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട് പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ് പ്രവചിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്ത് പ്രവചിച്ചതുപോലെ ആത്മാവിനെ പകർന്ന് പ്രവചിച്ചതുപോലെ മേഘാരൂഢനായി മടങ്ങി വരുന്ന ഒരുവനേ ഉള്ളൂ. അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ്. ആ കരമൊന്ന് ഉയർത്തി വീശി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രവചനമാകണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ ചില മാനദണ്ഡങ്ങളുണ്ട്. വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുന്നതല്ല പ്രവചനം. ഒന്ന്, പ്രവചനം നിറവേറുന്നതിന് മുൻപ് പ്രഖ്യാപിക്കപ്പെടണം. രണ്ട്, പ്രഖ്യാപനത്തിനും നിറവേറലിനുമിടയിൽ വ്യക്തമായ ഇടവേള വേണം. മൂന്ന്, പ്രഖ്യാപനം വിശദാംശങ്ങൾ പ്രദാനം ചെയ്യണം. കുട്ടിയാണാകാനും പെണ്ണാകാനും സാധ്യതയുണ്ട്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത മട്ടിൽ കാലാവസ്ഥാ ശൈലിയിൽ അല്ല പ്രവചനം വിശദാംശങ്ങൾ പ്രദാനം ചെയ്യണം. നീയോ ബേതലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. പ്രവാചക, രാജാക്കന്മാർ ജനിക്കുന്നത് കൊട്ടാരത്തിലാണോ കുഗ്രാമത്തിലാണോ? കൊട്ടാരത്തിൽ. ബേതലഹേം കുഗ്രാമമാണോ കൊട്ടാരമാണോ? കുഗ്രാമം. പിന്നെ എങ്ങനെ പ്രവചിച്ചു അവിടെ നിന്ന് ജനിക്കുമെന്ന്? പ്രവാചകൻ പറയും, ആത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നിറവേറേണ്ട സമയം അടുത്തപ്പോ ഒരു സാധുവായ ഗർഭിണി സ്ത്രീ ഒരു വാഹനമൃഗത്തിന്റെ പുറത്ത് കയറി വേച്ചും വിറച്ചും ദൈവത്തിന് സ്തോത്രം, നേരെ ബേതലഹേമിലെത്തിയപ്പോൾ ജനനം നടക്കാൻ കാരണം ഇതിന്റെ പുറകിൽ ചലിച്ച കരം മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരമാണ്. അരുളി ചെയ്തവൻ ദൈവമാണെങ്കിൽ നിവർത്തിയാക്കാൻ ആ കരം ചരിത്രത്തിൽ ചലിച്ചിരിക്കും. ആ പ്രവചനം മാനുഷിക കാഴ്ചപ്പാടുകൾക്കും ധാരണകൾക്കും അതീതമായിരിക്കണം. ആ പ്രവചനം നിറവേറേണ്ട സമയമെടുക്കുമ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാ വശത്തും കൃത്യമായി നിറവേറണം. ഇങ്ങനെ ചരിത്രത്തിൽ നിറവേറ്റപ്പെട്ട ഒരു പ്രവചന പുരുഷനെ ലോകം കണ്ടിട്ടുള്ളൂ. അത് ഈ രാത്രി ഒരിക്കൽ കൂടെ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എല്ലാ ദൈവമക്കളും ആ കൈകളിലെ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ആവേശം അകത്ത് പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ, അകം കത്തുന്ന ഒരു ദൈവപൈതൽ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ആത്മീയ ജ്വാല വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ പുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയണം, പ്രവചനത്തിന്റെ ചരിത്രത്തിലെ കേന്ദ്ര ബിന്ദു ഞങ്ങൾ ആരാധിക്കുന്ന നസറേയനായ യേശുവാണ്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ഈ രാത്രി ഞങ്ങളുടെ പ്രസംഗത്തിന്റെ കേന്ദ്ര ബിന്ദു നസറേയനായ യേശുവാണ്. അവനെ ഈ രാത്രി ഞങ്ങൾ ഉയർത്തുകയാണ്. ഈ രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, പ്രവചനത്തിന്റെ മുഴുവൻ കേന്ദ്ര ബിന്ദു നസറേയനായ യേശു. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം
അതിന് 36 മുതൽ ഉള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. മത്തായി 24:36 മുതൽ വായിച്ചാട്ടെ. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതനും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. എല്ലാ ദൈവമക്കളും കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ശക്തിയോടെ ആ ആരാധനയുടെ ശബ്ദം ഈ മണറുകാട്ടൊന്ന് പ്രതിഫലിക്കട്ടെ. സകല പൈശാചിക അടിച്ചമർത്തലുകളും തകരട്ടെ. ആ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വമർപ്പിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ആരാധന ദൈവമക്കൾക്ക് അപമാനമല്ല, അവർക്കത് അഭിമാനമാണ്. പ്രത്യേകം ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഗൗരവമേറിയൊരു സന്ദേശം. വേദപുസ്തകത്തിലെ പ്രവചനങ്ങളൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ ദൈവത്തിന്റെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാണ് വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ. എൻസൈക്ലോപീഡിയ ഓഫ് ബിബ്ലിക്കൽ പ്രൊഫസി എന്ന പ്രവചന ഗ്രന്ഥത്തെ അധികരിച്ചുകൊണ്ട് ഡോക്ടർ ക്ലാരൻസ് ലാർക്കിൻ എഴുതിയ ചരിത്ര പ്രസിദ്ധമായ ഡിസ്പാൻസിയേഷണൽ ട്രൂത്ത് എന്ന പുസ്തകത്തിൽ 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ 8,532 വാക്യങ്ങൾ സുമാർ പ്രവചനങ്ങളാണ് എന്ന് വിശകലനം ചെയ്തിട്ടുണ്ട്. 277 വേദഭാഗങ്ങൾ ലോകത്തിൻ്റെ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മനുഷ്യവർഗത്തോട് സംസാരിക്കുന്ന ഒരു പ്രവചന ഗ്രന്ഥത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ ആ വേദപുസ്തകം ഒരിക്കൽ കൂടെ കരം ഉയർത്തി പറയാമോ? അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. പുസ്തകം ഒന്നുകൂടെ കരം ഉയർത്തിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. വിശദീകരണങ്ങൾ വ്യക്തമാകുമ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് ശബ്ദം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടിടയാകും. ഒരു പ്രവചനത്തിന് 2 വശങ്ങളുണ്ട്. ഒന്നുകിൽ ആ പ്രവചനം നടക്കും, അല്ലെങ്കിൽ ആ പ്രവചനം നടക്കത്തില്ല. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഒരു പ്രവചനം പ്രവചിക്കാൻ പോവുകയാണ്. ചെവി തുറന്ന് കേൾക്കണേ. നടക്കുമോ? പ്രവചിക്കാൻ പോവുകയാണ്, നടക്കുമോ? നാളെ മണർകാട് ഭൂകമ്പമുണ്ടാകും, നടക്കുമോ? എന്നെ മിഴിച്ചു നോക്കുന്നു പലരും. സമനില തെറ്റിയതാണോ എന്ന ഒരു വസ്തുത തെളിയിക്കാനാണ്. ഒരു പറ്റം ആളുകൾ പറയുന്നിരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞാൽ നടക്കും. മറ്റൊരു പറ്റം ആളുകൾ പറയും നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഏത് പ്രവചനത്തിനും 2-1 സാധ്യതകളുണ്ട്. നിങ്ങൾക്കറിയാമോ, 1939 മുതൽ 45 വരെ നടന്ന 2ാം ലോക മഹായുദ്ധത്തിൽ 550 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. 5.5 കോടി പേർ. യുദ്ധം അവസാനിക്കുന്നതിന് മുൻപ് യുദ്ധത്തിന്റെ മുന്നണിയിൽ നിൽക്കുന്ന പടയാളികളുടെ ആത്മവീര്യം തകർക്കാൻ നോംസ്ട്രാംസിന്റെ പ്രവചനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ച് യുദ്ധത്തിന്റെ മുൻനിരയിൽ വിതരണം ചെയ്യുവാൻ, ഹെലികോപ്റ്ററിൽ വിതരണം ചെയ്യുവാൻ മത്സരിച്ച രാജ്യങ്ങൾ ഇവിടെയുണ്ട്. മുല്ലപ്പെരിയാർ ഡാം തകരും എന്നുൾപ്പെടെ നോംസ്ട്രാംസ് പ്രവചിച്ചിട്ടുണ്ട് എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാഖ്യാനങ്ങൾ കാണാം. അതേലൊരു ഗ്രന്ഥം എൻ്റെ കയ്യിലുണ്ട്. തിരിച്ചും മറിച്ചും പരിശോധിച്ചിട്ട് എനിക്കൊരു കാര്യം ഉറപ്പാണ്. എങ്ങും ഉറപ്പില്ലാത്ത കുറെ കാവ്യശൈലി ചേർത്ത് വെച്ച് ഏത് കാലത്തും വ്യാഖ്യാനിച്ചു പറയുന്നു. ഏത് പ്രവചനത്തിനും 2-1 സാധ്യതയുണ്ട്. ഒന്നുകിൽ നടക്കും, അല്ലെങ്കിൽ നടക്കില്ല.
എന്നാൽ ഞാനൊരു ചോദ്യം സദസ്സിനോട് ചോദിക്കുന്നു, വിശേഷിച്ച് ദൈവദാസന്മാരോട്. പ്രവചനത്തിന്റെ വിശദീകരണം വർദ്ധിപ്പിച്ചാൽ പ്രവചനത്തിന്റെ സാധ്യത കുറയുമോ കൂടുമോ? പ്രവചനത്തിന്റെ വിശദീകരണം കൂട്ടിയാൽ പ്രവചനത്തിന്റെ സാധ്യത കുറയുമോ കൂടുമോ? പറയാം. കൂടുമെന്ന് ആരോ പറഞ്ഞു, കുറയും. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയുന്നു, നാളെ മണർകാട് ഭൂകമ്പം ഉണ്ടാകും. രണ്ടിലൊന്ന് സാധ്യത. ഒന്നുകിൽ നടക്കും, അല്ലെങ്കിൽ നടക്കില്ല. വിശദീകരണം കൂട്ടാൻ പോകുന്നു. നാളെ രാവിലെ 5 മണിക്ക് മണർകാട് ഭൂകമ്പം ഉണ്ടാകും. അത് നടക്കുമോ? അതിനും രണ്ടിലൊന്ന് സാധ്യത. ഞാൻ വീണ്ടും വിശദീകരണം കൂട്ടുന്നു. നാളെ രാവിലെ 5 മണിക്ക് ഭൂകമ്പത്തോടു കൂടി മണർകാട് കൊടുങ്കാറ്റും ഉണ്ടാകും. അത് നടക്കുമോ? അതിനും രണ്ടിലൊന്ന് സാധ്യത. ഭൂകമ്പത്തിന്റെ സാധ്യത രണ്ടിലൊന്ന്, 5 മണിയുടെ സാധ്യത രണ്ടിലൊന്ന്, കൊടുങ്കാറ്റിന്റെ സാധ്യത രണ്ടിലൊന്ന്. അങ്ങനാണെങ്കിൽ രണ്ടിലൊന്ന് ഈ നിലയിൽ ഉയരുമ്പോൾ ആ അനുപാത കണക്ക് സാധ്യത കൂടുന്നതനുസരിച്ച് സംഭവത്തിന്റെ സാധ്യത കുത്തനെ കുറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഇരിക്കെ ഗതസമനയിലെ ശീതള ഛായയിൽ വെച്ച് ദുഷ്ടശിഷ്യനായ യൂദയുടെ ആലിംഗന വിഷം ഏറ്റുവാങ്ങിയത് മുതൽ കാൽവറിയിൽ സ്വന്തം തോളിന്മേൽ തല ചായ്ച്ച് പ്രാണനെ പിതാവിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നത് വരെയുള്ള 24 മണിക്കൂർ കൊണ്ട് ഒറ്റ വ്യക്തിയിൽ മാത്രം 25 പ്രവചനങ്ങൾ മാറ്റമില്ലാതെ നിറവേറിയെങ്കിൽ അത് സാധാരണ വ്യക്തിയല്ല, അത് പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായ സാക്ഷാൽ പ്രവചന പുരുഷനാണ്. അവനാണ് ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്ന നസറയനായ യേശു. ആ ബോധ്യമുള്ള ദൈവമക്കൾ കരം ഉയർത്തി പറയണം, അവന് തുല്യം ചരിത്രത്തിൽ ആരുമില്ല. കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? പ്രിയപ്പെട്ടവരെ, ഒരു പ്രവചനത്തിന് ഗൗരവമേറിയ സാധ്യതകൾ ഉറപ്പിച്ചു നോക്കുമ്പോൾ ഈ വിശുദ്ധ ബൈബിൾ പ്രവചന ഗ്രന്ഥമാണ്. നിങ്ങൾ ഓർക്കണം, ബെഥാനിക്കും ബത്ഫാഗയ്ക്കും ഇടയിൽ നിന്ന് ഒരു കഴുതമേൽ കയറി യേശു യെരൂശലേമിലേക്ക് ചെല്ലുകയാണ്. യേശുവിൻ്റെ വാഹനമൃഗം ഒരു കഴുതയാണ്. കഴുത പ്രവാചക വാഹനമൃഗമാണ്. പൊന്ന്, മൂര്, കുന്തിരിക്കം, ഈ 3 വസ്തുക്കൾ ഏത് വിഷയത്തിൽ അവൻ്റെ കാൽക്കൽ കാഴ്ചവെച്ചോ ഇതുപോലെ തന്നെ അവൻ്റെ യാത്ര പരിവാരത്തോടു കൂടെയാണ്. അത് രാജാക്കന്മാരുടെ പദവിയാണ്. ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം ചാട്ടവാർ കൈകളിലെടുത്തത് അത് പൗരോഹിത്യൻ്റെ ദൗത്യമാണ്. അങ്ങനെയാണെങ്കിൽ യേശു ആര്? അവൻ പ്രവാചകൻ, അവൻ പുരോഹിതൻ, അവൻ രാജാവ്. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി പറയണം ഒരിക്കൽ കൂടെ, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയട്ടെ, എൻ്റെ യേശുവിന് തുല്യം യേശു മാത്രം. ഇന്ന് രാത്രി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് പറയുമ്പോൾ അകം കത്തണം. എന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് ജനിപ്പിച്ചു മരിച്ചു മൺമറഞ്ഞ ഒരുത്തരും അവകാശപ്പെടാൻ കഴിയാത്തത്ര അതുല്യതയുള്ള ഒരു ജന്മമുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ ജനനമാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ക്രോമോസോമിൻ്റെയും എൻ്റെ അപ്പൻ്റെ ക്രോമോസോമിൻ്റെയും ഭാഗമാണ് എൻ്റെ രക്തത്തിലെ DNA. കൊച്ചുകുട്ടികൾക്ക് പോലും പഠിക്കുന്നത് അവർക്കറിയാം. അപ്പൻ്റെ ക്രോമോസോം ഏത്? Y ക്രോമോസോം. അമ്മയുടെ ക്രോമോസോം ഏത്? X ക്രോമോസോം. ഞാൻ ശാസ്ത്രം പറയാൻ നിൽക്കുകയല്ല, ഒരു വസ്തുത പറയാൻ നിൽക്കുക. ജനിതക ഘടന പരിശോധിച്ചാൽ അമ്മയുടെ ക്രോമോസോമിന് 8 9 ജനറേഷൻ വരെ മാത്രമേ പരമ്പരാഗത നിലനിൽപ്പുള്ളൂ. എന്നാൽ XY ക്രോമോസോം ഉൾക്കൊള്ളുന്ന ഒരു പുരുഷന്റെ രക്തത്തിലെ Y ക്രോമോസോമിന് 50,000 വർഷം വരെ പരമ്പരാഗത പിന്തുടർച്ചയുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സകലരും ഒരപ്പന്റെ രക്തത്തിലെ മക്കളാണ്. അത് ആദാമ്യ രക്തത്തിന്റെ പിന്തുടർച്ചയാണ്. കരങ്ങളൊന്ന് ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താട്ടെ. എന്നാൽ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് ജനിപ്പിച്ചു മരിച്ചു മൺമറഞ്ഞിട്ടുള്ള സകല മത നേതാക്കന്മാരും Y ക്രോമോസോം എന്ന
ആദാമ്യ രക്തപ്രകൃതിയുടെ പിന്തുടർച്ചയാണെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന നസറേനായ യേശുവിന്റെ ജന്മം ആദാമ്യ രക്തത്തിന്റെ പിന്തുടർച്ചയല്ല. ഞാൻ ഇന്ന് രാത്രി വേദഭാഗം ചോദിക്കാൻ പോകുകയാണ്, നിങ്ങൾ തിരിച്ചു മറുപടി പറയണം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷമെങ്കിൽ ദാവീദിനാൽ ജനിപ്പിക്കപ്പെട്ടു എന്നല്ല, ജനിച്ചവനാണ് യേശു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അപ്പൻ ദാവീദിന്റെ രക്തത്തിൽ നിന്നല്ല. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നീളിടുമ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടത്തക്ക വിധത്തിൽ മനുഷ്യവംശത്തിന്റെ ക്രോമോസോമിന്റെ പരിധി കൂടാതെ ദൈവത്വത്തിൽ ജന്മം കൊണ്ട ഒരുവനെ ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശു മാത്രമാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ യേശുവിനെ നോക്കി പറയണം, അവന് തുല്യം ചരിത്രത്തിൽ ആരുമില്ല. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? അവൻ തന്റെ ദിവ്യ നിയോഗത്തോടെ യെരൂശലേം ദൈവാലയത്തിൽ എത്തിച്ചേർന്നെങ്കിലും അവർ അവനെ പുറത്താക്കി. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടെ യേശു യെരൂശലേമിനോട് ഇവിടെ പറയുകയാണ്, യെരൂശലേമേ യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കും പോലെ നിന്നെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. നിന്റെ ഭവനം ശൂന്യമായി പോകും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ ഇനി പറയുവോളം എന്നെ നിങ്ങൾ കാണുകയില്ല എന്നരുളി ചെയ്തുകൊണ്ട്. ഇത് സങ്കല്പമല്ല കേട്ടോ. എല്ലാ മതസാഹിത്യത്തിൻ്റെയും പുറകിൽ ഐതിഹ്യം എന്നൊരു ഭാഗമുണ്ട്. ഐതിഹ്യം എന്നാൽ ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ജീവന്റെ വചനത്തിന്റെ പുറകിൽ ഐതിഹ്യം എന്നൊന്നില്ല. എൻ്റെ നാഥന്റെ പവിത്ര പാദ സ്പർശനത്താൽ അധികം താമസിക്കാതെ കിഴക്ക് പടിഞ്ഞാറായി പൊട്ടിക്കീറാൻ ഉള്ള ഭാഗ്യകാലം ഓർത്ത് നമ്മുടെ തലമുറയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് കർത്താവ് ശിഷ്യന്മാർ ഒരുമിച്ച് നടന്നു കീറുകയാണ്. അതിന്റെ മുകൾ പരപ്പിലെ ചരിത്ര വിസ്മൃതികളിൽ ആണ്ടുപോകാതെ ഇന്നും ഇസ്രായേൽ ഭരണകൂടം സൂക്ഷിക്കുന്ന കൽക്കൂട്ടത്തിൽ യേശു ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുന്നു. AD 30 ഏപ്രിൽ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് അസ്തമന സൂര്യന്റെ ചെങ്കതിരുകൾ യെരൂശലേം ദൈവാലയത്തിന്റെ താഴിക കുടത്തിൽ തട്ടിത്തലോടി യെരൂശലേം ദൈവാലയം കനക കമ്പളമായി വെട്ടിത്തിളങ്ങി നിൽക്കുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു നോക്ക്, എത്ര സുന്ദരമായിരിക്കുന്നു ദേവാലയം. സ്വർണമുന്തിരിക്കുല സ്വർണത്തിൽ തീർത്ത് ഹെരോദാവ് സംഭാവന ചെയ്തത് ദേവാലയത്തിന്റെ കിഴക്കിൻ കവാടത്തെ, അതെ പടിഞ്ഞാറൻ കവാടത്തെ നിറച്ചു നിർത്തിയിരിക്കുമ്പോൾ ചക്രവാളത്തിൽ കിഴക്കായാലും പടിഞ്ഞാറായാലും ഉദയസൂര്യനായാലും അസ്തമന സൂര്യനായാലും മനോഹരമാക്കി നിർത്തിയിരിക്കുന്ന ദൈവാലയത്തിന്റെ ഭംഗിയിൽ കണ്ണുടക്കിയപ്പോൾ ഒരു ദൂത് ഇവിടെ പറയട്ടെ, ദേവാലയത്തെക്കാൾ വലിയവൻ, പുരോഹിതന്മാരെക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, രാജാക്കന്മാരെക്കാൾ വലിയവൻ, യോനയിലും വലിയവൻ എന്ന പ്രസംഗം അനർഗള നിർഗളമായി ആ തിരുവായിൽ നിന്ന് 3.5 കൊല്ലം ഒഴുകിയിട്ടും പാരമ്പര്യത്തിന്റെ പള്ളിക്കൊതി വിടാത്ത ശിഷ്യന്മാരുടെ തലകറങ്ങിപ്പോയി. ഈ വചനത്തിന് മറുപടിക്ക് മുൻപിൽ ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരും. ഈ ഭൂമിയിലെ ഒരു സൗധങ്ങളുടെ ആരാധന കേന്ദ്രത്തിന്റെ അകത്തളത്തിലല്ല ദൈവ സാന്നിധ്യം എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി പറയണം, യേശുവിനേക്കാൾ അധികമായി പള്ളിക്കൊതി ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഉള്ളിലെ മോഹക്കോട്ടയുടെ മേൽ എന്റെ ദൈവത്തിന് വിധി ഇറങ്ങും. അവനൊപ്പം പറയാൻ ഒരുത്തനും ചരിത്രത്തിലില്ല. യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് നാഥൻ തുടങ്ങുകയാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യേശു പറയുന്നു, ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. ഒരിക്കൽ കൂടെ കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. വാക്കുകൾ ഗൗരവമായി സൂക്ഷിക്കുക. എൻ്റെ പിതാവ് സർവാധികാരിയാണ്. അവിടുത്തെ നിർണയത്തെ ചോദ്യം ചെയ്യാൻ നിന്റെ നാവ് ചലിക്കരുത്.
ദൈവത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യരുത്. അവിടുത്തെ പുത്രന്റെ മടങ്ങി വരവ് അവിടുത്തെ പരമാധികാരത്തിന്റെ സമയത്ത് നടന്നിരിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ നിയോഗത്തോടെ ഈ ഒടുവിലത്തെ മിനിറ്റുകൾ ഞാൻ പറയട്ടെ. ആരൊക്കെ അവഗണിച്ചാലും, ആരൊക്കെ പരിഗണിച്ചാലും, ആരൊക്കെ എതിർത്താലും, ആരൊക്കെ എതിരേറ്റാലും, എൻ്റെ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യപരിപാടികൾ ഈ ചരിത്രത്തിൽ നിവർത്തിക്കത്തക്ക വിധം അവിടുത്തെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്, അവന്റെ കരമാണ് ഇതിന്റെ പുറകിൽ ചലിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ പരമാധികാരത്തെ ഞാൻ ചോദ്യം ചെയ്യില്ല. അവിടുത്തെ കലണ്ടറിന്റെ ചരിത്ര ചലനം എൻ്റെ കൺമുൻപിൽ നിവർത്തിയാകും. എൻ്റെ യേശു മടങ്ങി വരും. യേശു മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? യേശു മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? പെന്തക്കോസ്ത് സമൂഹത്തിന് ഉൾപ്പെടെയുള്ള ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറയാണ് യേശുവിന്റെ മടങ്ങി വരവ്, അല്ലേ? പക്ഷെ ഇന്ന് വേദികളിൽ ഇത് പിരിയാച്ചരക്കായി മാറിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാമോ? കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. ഓ കാൺമതിനധികാലമായി കൺകൊതിച്ചൊരു നാഥനെ, കാൺമതിനധികാലമായി കൺകൊതിച്ചൊരു നാഥനെ, അതിശയവിധം അഗതിയെ ഭൂവിൽ വീണ്ടെടുത്തൊരു ദേവനെ, അതിശയവിധം അഗതിയെ ഭൂവിൽ വീണ്ടെടുത്തൊരു ദേവനെ, ആയിരം പതിനായിരങ്ങളിൽ അഴകുതിങ്ങുമൻ പ്രിയനെ, ആയിരം പതിനായിരങ്ങളിൽ അഴകുതിങ്ങുമൻ. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ. അവസാനത്തെ ഒരു സ്റ്റാൻസ് ദൈവങ്ങൾ ശ്രദ്ധിക്കണം. ഇവയും ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം, ഇവയും ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം. ഇവയെ പറ്റി ഞാൻ ഇരവും പകലും പാടും ഗീതം ആനന്ദം, ഇവയെ പറ്റി ഞാൻ ഇരവും പകലും പാടും ഗീതം ആനന്ദം. ഇഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്കാരംഭം, ഇഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്കാരംഭം. കാണും ഞാനും മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. ദൈവമക്കൾ ഇന്ന് രാത്രി ഓർക്കണേ, ഒരു കാലഘട്ടത്തിൽ ഭക്തന്മാരുടെ ഉള്ളം തിളച്ചത് 6 അടി മണ്ണിൽ നീറിത്തീരുന്ന ഭൗതിക നേട്ടങ്ങളെ പ്രസംഗിച്ചിട്ടല്ല, നിത്യതയുടെ ദർശനം പ്രസംഗിച്ചിട്ടാ. സ്തോത്രം. പക്ഷേ ഇന്ന് ഇത് പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്നതെല്ലാം വായ്ത്താളത്തിലാണ്. സാധാരണ ഭർത്താവും പിള്ളേരും മാത്രമേ വീട്ടിലുള്ളെങ്കിൽ അമ്മ മീൻകറി വെക്കും. അത് പരിചയത്തിന്റെ മീൻകറിയാ. അമ്മയുടെ കൈകൾ ഇൻഗ്രീഡിയൻസിലെല്ലാം ചെല്ലും. പക്ഷേ കഴിക്കുമ്പം ഭർത്താവിനും പിള്ളേർക്കും അറിയാം അമ്മയുടെ സ്ഥിരം വെപ്പാ. മോടെ വീട്ടിൽ നിന്ന് ബന്ധുക്കാരെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മീൻകറി വെപ്പുണ്ട്. ഇതൊന്നും അറിയാത്തവരായി സഹോദരിമാരെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാ കാര്യം? അതിന് പ്രത്യേകതയുള്ള വെപ്പ. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, 325 ആണ്ട് AD മുതൽ ക്രൈസ്തവ സഭ ചൊല്ലി തുടങ്ങിയതാണ് മടങ്ങിവരവ്. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും, ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവസൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യകമറിയാമിൽ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് നാളുകളിൽ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുഹിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി ബാക്കി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ
തൻ്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ക്രൈസ്തവ സമൂഹം ആവർത്തിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ കേവലം വിശ്വസിക്കുന്നവരല്ല, അവർ കർത്താവിനെ കാത്തിരിക്കുന്നവരാണ്. കാത്തിരിക്കുന്നവരുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം, കാത്തിരിക്കുന്നവരുടെ നോട്ടം കണ്ടാൽ അറിയാം, കാത്തിരിക്കുന്നവരുടെ കൈചലനങ്ങൾ കണ്ടാൽ അറിയാം. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതരെ, മടങ്ങി വരവിന്റെ കത്തരകത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പല്ലുവേദന മാറുന്നതിനേക്കാൾ, മുട്ടുവേദന മാറുന്നതിനേക്കാൾ ആത്മീയ ശുശ്രൂഷയ്ക്ക് നടുവിലെ, തെറ്റിദ്ധരിക്കരുത്, ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ടുള്ള സിസ്റ്റത്തിന്റെ ഇലക്ട്രോണിക്സ് ഹിപ്നോട്ടിസം, ഞാൻ ബോധപൂർവ്വം ഉപയോഗിച്ച പ്രയോഗം കേട്ടോ, ഇലക്ട്രോണിക്സ് ഹിപ്നോട്ടിസം എന്ന ശൈലിയിൽ സദസ്സിനെ വൈകാരികമായി ഇക്കിളിയിടുന്നതല്ല യഥാർത്ഥ സുവിശേഷ പ്രസംഗം. യേശു ക്രിസ്തുവിനെ ഉയർത്താൻ സഭ പ്രസംഗിച്ചാൽ അവിടെയാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. അക്കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? അവൻ മടങ്ങി വരും. അവിടുത്തെ പുനരാഗമനത്തിന്റെ കണക്ക് തീരുമാനിക്കാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ മാറ്റം കണ്ടു തുടങ്ങുന്ന ദൈവമക്കൾ കൈകെട്ടിയിരുന്ന് ഉറങ്ങരുത്. ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന തലകളെ ഉയർത്തണം. അനുഭവം പ്രാപിച്ച ദൈവമക്കളുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം, എൻ്റെ നാഥൻ മടങ്ങി വന്നിരുന്നെങ്കിൽ. വടക്കേ ഇന്ത്യയിൽ ഒരു ട്രെയിൻ യാത്ര ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ, ഒരു ശാസ്ത്രജ്ഞൻ ആ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചാടിക്കയറി ട്രെയിനിന്റെ ചങ്ങല വലിച്ചു. റെയിൽവേ ഗാർഡ് അടുത്ത് വന്ന് ചോദിച്ചു, സാർ എന്തിനാ ചങ്ങല വലിച്ചേ? അദ്ദേഹം പറഞ്ഞു, 500 മീറ്ററെങ്കിലും അപ്പുറത്ത് ഈ ട്രെയിനിന്റെ മുൻപിൽ പാളം തകർത്തിട്ടിട്ടുണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അവർ മുൻപിൽ നിരീക്ഷണം നടത്തി. സത്യമായിരുന്നു. വനത്തിനകത്ത് വിപ്ലവകാരികൾ പാളം തകർത്തിട്ടിരിക്കുക. അവർ തിരിച്ചു വന്നിട്ട് ചോദിച്ചു, അങ്ങക്ക് എങ്ങനെ മനസ്സിലായി ഇത്? അദ്ദേഹം പറഞ്ഞു കേൾക്കണോ, പാളത്തിലൂടെ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചുക് 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 എന്ന ശബ്ദം ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് കേവലം ഇഞ്ചന്റെ ശബ്ദമല്ല, അത് പാളവും ഇഞ്ചനും തമ്മിലുള്ള അലൈൻമെന്റിന്റെ താളമാണ്. പാളം തകർന്നാൽ താളം മാറും. ഞാൻ ചില മിനിറ്റുകളായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പാളം മാറി, താളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉറപ്പിച്ചു, താളം മാറി. ഇനി അധികം താമസിക്കാതെ പാളം തകരും. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, പാളവും താളവും പറയാനല്ല ഞാൻ വന്നത്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ബോധപൂർവ്വം കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചിട്ട് ഇവിടെ ഇരുന്നൊന്ന് സ്തോത്രത്തോടെ ചിന്തിക്കണം. ഏത് കാലത്തേക്കാൾ യേശുവിൻ്റെ മടങ്ങിവരവോട് ലോക സംഭവങ്ങൾ അടുത്തു വരുന്നത് കാണുന്ന ഒരു ദൈവവൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ നീ കൈകെട്ടിയിരുന്ന് ഉറങ്ങേണ്ടവനല്ല. നിന്റെ കണ്ണുകൾ ഉയർത്തണം. ഈ ദിവസങ്ങളിലൊന്നും മുന്നറിയിപ്പ് കൂടാതെ എൻ്റെ യേശുവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കും മെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് ഞങ്ങളുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു. അവൻ ഞങ്ങളുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ കൂടാരം, പൗരത്വം മാറാൻ തുടങ്ങുകയാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, ദൈവത്തിന് സ്തോത്രം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. മരിച്ചവരക്ഷരായി ഉയർക്കും. നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യമായതിനെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. ആരാധിക്കുന്ന ദൈവമക്കളുടെ നാവിൽ ഇന്ന് രാത്രി ശബ്ദമുയരട്ടെ. കൂടാരമായി ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഉരിവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാനിച്ചയാൽ ഈ കൂടാരത്തിൽ ഇരിക്കുന്ന ഇടത്തോളം ഞങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്ന ദൈവം തന്നെ. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവപൈതലെ, ദൈവശക്തിയുടെ വ്യാപാരത്താൽ നിന്റെ മർത്യകൂടാരം വിഴുങ്ങിയിട്ട്
കഴിഞ്ഞിട്ട് എൻ്റെ യേശുവിൻ്റെ തേജസ്സിൻ്റെ മഹത്വപൂർണമായ ശരീരം ഇതിന് മീതെ ധരിക്കുന്ന മടങ്ങി വരവിൻ്റെ കാലൊച്ച കേൾക്കാൻ കൊതിക്കുന്ന ദൈവമക്കൾ യോഗത്തിൽ ഇരിക്കുമ്പോഴറിയാം നിന്റെ അകത്ത കത്തൽ വ്യാപരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയട്ടെ. മടങ്ങി വരവ് യാഥാർത്ഥ്യം. ദൈവത്തിന്റെ സർവാധികാരത്തെ ചോദ്യം ചെയ്യരുത്. ഇനി രണ്ടാമത്തെ കാര്യം, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. നോഹ പെട്ടകത്തിൽ കടക്കുന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും വിറ്റും നട്ടും പണതും പോന്നു. പ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അവണ്ണം തന്നെയാകും എന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ഒന്നാമത്തെ ചിന്ത ഇതാണ്, ദൈവത്തിന്റെ സർവാധികാരത്തിന് സമയം നിശ്ചയിക്കരുത്, അവിടുന്ന് പറഞ്ഞാൽ കൽപ്പന നിവർത്തിക്കും. രണ്ടാമത്തേത്, പ്രവചന മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. നോഹയപ്പച്ചനോട് ദൈവം പറഞ്ഞു ഒരു പെട്ടകം ഉണ്ടാക്കാൻ. 450 അടി നീളം, 75 അടി വീതി, 35 അടി പൊക്കമുള്ള ഒരു പത്തേമാരി ഒരു കപ്പൽ നോഹയപ്പച്ചനുണ്ടാക്കി. പട്ടിയും പൂച്ചയും എലിയും പുലിയും കോഴിയും കുറുക്കനും വരെ ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറി. 4 കാലി മിക്കവാറും പെട്ടകത്തിൽ കയറിയിട്ടും ഈ 2 കാലി 99% പെട്ടകത്തിൽ കയറിയില്ല. പിന്നെ ഒരാശ്വാസമുള്ളത്, നാട്ടുകാരെയെല്ലാം പെട്ടകത്തിൽ കയറ്റിയിട്ട് വീട്ടുകാരൻ പെട്ടകത്തിൽ ഇല്ലായിരുന്നേ കഷ്ടമായി പോയേനും. എന്നാൽ പ്രസംഗിച്ചവൻ്റെ വീട്ടുകാരനെങ്കിലും ഇതിനകത്തുണ്ടല്ലോ. നാടുനീളെ പ്രസംഗിക്കാൻ നടക്കുന്ന പലരുടെയും മക്കൾ പോലും പെട്ടകത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൃപയിലുണ്ടെന്ന് പറയാൻ ദർശനം പ്രാപിച്ചിട്ടുള്ള ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നീയാണ് ഭാഗ്യശാലി എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ നമ്മുടെ കുടുംബത്തിന് നൽകിയ സുരക്ഷിതത്വത്തിനായി കരങ്ങൾ ഉയർത്തിയിട്ട് പറയണം, ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കരമുയരുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രവചന മുന്നറിയിപ്പ് അവഗണിക്കരുത്. ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി ചോദിക്കട്ടെ, നോഹയുടെ അപ്പൻ്റെ പേരെന്താ എന്ന് പറഞ്ഞാട്ടെ. അറിയാവുന്നവര് സൺഡേ സ്കൂൾ അധ്യാപകരും പാസ്റ്റർമാരും ഒക്കെ ഇവിടെ ഇരിക്കുന്നത്, നോഹയുടെ അപ്പൻ്റെ പേരെന്താ പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി പറഞ്ഞേ, നോഹയുടെ അപ്പൻ്റെ പേരെന്താ? ലാമേക്ക്. ലാമേക്കിന്റെ അപ്പൻ്റെ പേരെന്താ? മെതുശലേഹ്. മെതുശലേഹിന്റെ അപ്പൻ്റെ പേരെന്താ? ഹാനോക്ക്. അപ്പോൾ ഹാനോക്കിന്റെ ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കിന്റെ മകൻ, മെതുശലേഹിന്റെ മകൻ, ലാമേക്കിന്റെ മകനാണ് ആര്? നോഹ. അത് ബോധ്യമുള്ളവരെന്ന് കൈയുയർത്തിക്ക്. അങ്ങനാണ്. ഈ ഹാനോക്ക് സാധാരണക്കാരനല്ല, ഈ ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നു. അതുകൊണ്ടാണ് യൂദയുടെ ലേഖനം പറയുന്നത്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവരഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികൾ നിമിത്തം, ഭക്തികെട്ട പാപികൾ തന്നെ നേരെ പറഞ്ഞ നിഷ്ഠൂരങ്ങൾ നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്താൻ 1000 വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നു എന്ന് ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് അവരെ കുറിച്ച് പ്രവചിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹാനോക്ക് സാധാരണക്കാരനല്ല, ഹാനോക്ക് പ്രവാചകനാണ്. പ്രവാചകനായ ഹാനോക്കിന്, ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കിന് ഒരു മകൻ ജനിച്ചു. അവന് പേര് കൊടുക്കാൻ നേരത്ത് അവൻ കൊടുത്ത പേര് മെതുശലേഹ് എന്നാണ്. മെതു മൃത്യു, ശലേഹ് അയക്കപ്പെടുക. മെതുശലേഹ് മൃത്യു കൂട്ടമായി വരും. കരം ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അപ്പൻ പേര് കൊടുക്കുകയാ മകന്, മോനെ നിന്റെ മരണം നടക്കുന്ന വർഷം ഈ ഭൂമിയെ കൂട്ടമായി മരണം നിഗ്രഹിക്കും. സ്തോത്രം. ഇതുപോലെ ബൈബിൾ പ്രിന്റിംഗ് ഒന്നും ഇല്ലാത്ത ആ കാലത്ത് 365-ാമത്തെ വയസ്സിൽ ഇത് പ്രവചിച്ചേച്ച് വല്യപ്പൻ പോയി എടുക്കപ്പെട്ടു. സ്തോത്രം. അത് കഴിഞ്ഞ് മെതുശലേഹ് വളർന്നു വരുമ്പോ തൻ്റെ അപ്പൻ പ്രവചിച്ച ഈ പ്രവചനത്തിന്റെ ബോധ്യമുണ്ടായി. അദ്ദേഹം തൻ്റെ മകൻ ലാമേക്കിനോട് പറഞ്ഞു, മോനെ എന്റെ പ്രായം മരണത്തോടടുക്കുമ്പോൾ ഓർത്തോണം, ഈ ഭൂമിയെ പ്രളയം മൂടും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ മനുഷ്യൻ ശേഷിക്കില്ല.
ഇത് കേട്ട ലാമേക്ക് തൻ്റെ മകൻ നോഹയോട് പറഞ്ഞു, മോനെ, എൻ്റെ കാലശേഷമായാലും ഓർത്തോ, നിന്റെ വല്യപ്പൻ മെതുശലേഹ് ചുക്കിച്ചുളിയുമ്പോൾ, അദ്ദേഹം മരണത്തോടടുക്കുമ്പോൾ ഉറപ്പാണ് ഈ മണ്ണിൽ മനുഷ്യൻ ശേഷിക്കാത്ത ഒരു മഹാദുരന്തമുണ്ടാകും. പ്രവചന നിയോഗം ഏറ്റുവാങ്ങിയ ദൈവത്തിൻ്റെ ദാസൻ പ്രസംഗം തുടങ്ങി. നിങ്ങൾക്കറിയാമോ, ചരിത്രത്തിൽ ഏറ്റവും കൊല്ലം ജീവിച്ചിരുന്നത് ആരാ? ഈ മെതുശലേഹ. മെതുശലേഹ് എത്ര വർഷം ജീവിച്ചിരുന്നു? 969 കൊല്ലം ജീവിച്ചിരുന്നു. എൻ്റെ ചോദ്യം, പ്രളയം നടക്കുന്ന സമയത്ത് മെതുശലേഹിന് എത്ര വയസ്സ് പ്രായമുണ്ട്? പ്രളയം നടക്കുന്ന സമയം മെതുശലേഹിന്റെ പ്രായം എത്രയാണ്? ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു 2 വാക്യം, 5-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം, അതിൻ്റെ 25-ാമത്തെ വാക്യവും 26-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവും 25, 22 വാക്യം പെട്ടെന്ന് വായിക്കണേ. ഉൽപ്പത്തി പുസ്തകം 5-ന്റെ 25, 28 വായിച്ചാട്ടെ. ഈ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ നന്നായിട്ട് കണക്കറിയാവുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഈ പിള്ളേരുടെ കാലത്ത് മെമ്മറി വളരെ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പഴയ അപ്പച്ചന്മാരോട്, നിങ്ങളെപ്പോലുള്ള പഴയ പിതാക്കന്മാരോട് അമ്മച്ചിമാരോട് ചോദിച്ചാൽ 2, 2, 4, 4, 4, 8, 8, 16, 16, 16, 32 ഇങ്ങനെ ഒരു കാൽക്കുലേഷന് നിയന്ത്രിക്കാത്ത വിധത്തിൽ കണക്കൂട്ടിയ അപ്പച്ചന്മാരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കണക്കൂട്ടലിന് ഞാൻ ആ രംഗം ഒന്ന് വിടുക. മെതുശലേഹിന് 187 വയസ്സായപ്പോൾ, വായിച്ച ദൈവദാസനെ, അവൻ ലാമേക്കിനെ ജനിപ്പിച്ചു. അപ്പോൾ ലാമേക്ക് ജനിക്കുമ്പോൾ മെതുശലേഹിന് എത്ര വയസ്സുണ്ട്? 187 വയസ്സ്. ഇനിയും അതിന്റെ 28-ാമത്തെ വയസ്സ്. ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു. അയച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. അങ്ങനെയാണെങ്കിൽ നോഹ ജനിക്കുമ്പോൾ മെതുശലേഹിന് എത്ര വയസ്സ് പ്രായമുണ്ട്? മനസ്സിലായില്ലല്ലേ? സ്തോത്രം. മെതുശലേഹിന്റെ 187-ാമത്തെ വയസ്സിൽ ലാമേക്കിന്റെ 182-ാമത്തെ വയസ്സിൽ നോഹ. 187 അധികം 182 സമം, ഒന്നുകൂടെ പറയുന്നു, 187 അധികം 182 സമം 369. ചോദ്യം ഇതാണ്, നോഹയുടെ എത്രാമത്തെ വയസ്സിലാണ് പ്രളയം ഉണ്ടായത്? 600-ാമത്തെ വയസ്സിൽ. 600 അധികം, അത് ഏതാണ്ട് 369 സമം. 600 അധികം 369 സമയം 969. 969-ാമത്തെ വയസ്സിൽ മെതുശലേഹ് മരിക്കുകയും പ്രളയം ഉണ്ടാകുകയും ചെയ്ത് ഒരുപോലെ ആയിരുന്നെങ്കിൽ ഉടലോടെ പോയ അപ്പൻ 1 സഹസ്രാബ്ദം മുമ്പ് പ്രവചിച്ച പ്രവചനം മാറ്റമില്ലാതെ നിറവേറിയതാണ് നോഹയുടെ കാലമെങ്കിൽ അവഗണിച്ചാലും പരിഗണിച്ചാലും ദൈവമക്കൾ പറയാം, അന്നത്തെ അടയാളം മെതുശലേഹായിരുന്നു. ഇന്നത്തെ അടയാളം തളർക്കുന്ന അത്തിയാണ്. യഹൂദനെ കാണുന്ന ദൈവമക്കൾ കൈകുമ്പിട്ടിരിക്കേണ്ടവരല്ല, മടങ്ങി വരവന്റെ കാലൊച്ച കേൾക്കുന്ന ദൈവജന ശബ്ദം ഉയർത്തി പറയണം, അവൻ മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ നാഥൻ മടങ്ങി വരാറായി എന്ന് ചരിത്രത്തിൽ തിരിച്ചറിയുന്നു. ഇനിയും നിങ്ങൾക്കറിയാമോ, ലോക ചരിത്രത്തിലെ അതിപ്രധാനപ്പെട്ട ജനത, ലോകഗതിയുടെ നാഴികക്കല്ലും മനുഷ്യചരിത്രത്തിന് നട്ടലുമായി യഹൂദൻ. ശ്രദ്ധിച്ച് കേൾക്കണേ, വേഗം ഞാൻ അവസാനിപ്പിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. അബ്രഹാം വിശ്വാസികളുടെ പിതാവ്, ഭക്തത്രയങ്ങളിൽ പ്രധാനി. ഇസഹാക്ക്, യാക്കോബ്, 3 പിതാക്കന്മാർ. യാക്കോബിന് ചുണക്കുട്ടന്മാരായ 12 ആൺമക്കൾ. ഒരു പെങ്കൊച്ചിൻ്റെ കാര്യമുണ്ട്, അത് നമ്മുടെ മാന്യതയ്ക്ക് പറയാൻ പറ്റിയ സാധനമല്ല, അതുകൊണ്ട് അവിടെ കാര്യം വിട്ടേക്കുക. ദൈവത്തിന് സ്തോത്രം. 12 മക്കൾ, 12 ഗോത്ര പിതാക്കന്മാർ രൂപപ്പെടുന്നു. ഒന്ന് വായിക്കാം. രൂബേൻ, ഗാദ്, ആശേർ, നഫ്താലി, ദാൻ, ഇസാഖാർ, സബലൂൻ, എഫ്രയീം, മനശ്ശെ, ബെന്യാമിൻ, യഹൂദ, ലേവി. 12 ഗോത്ര പിതാക്കന്മാർ. ഇതിൽ ശലോമോൻ, അതെ നമുക്കറിയാം, ശലോമോന്റെ അപ്പൻ ദാവീദ്, അദ്ദേഹത്തിന്റെ പൂർവികൻ ശൗൽ, ഇവർ 3 പേരുടെ ഭരണം ഒരുമിച്ചുള്ള ഭരണമായിരുന്നു. ശലോമോന്റെ കാലം കഴിഞ്ഞതോടെ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. 2 ഗോത്രങ്ങൾ ഉൾപ്പെടെയുള്ള യഹൂദ
ബെന്യാമീൻ യെരൂശലേം തലസ്ഥാനമായും 10 ഗോത്രങ്ങൾ ഉൾപ്പെടെയുള്ള 10 ഗോത്രങ്ങൾ ശമര്യ തലസ്ഥാനമായും. ശമര്യ തലസ്ഥാനമായിരുന്ന 10 ഗോത്രങ്ങളിൽ 2 സ്വർണ്ണക്കോളക്കുട്ടികളുടെ ആരാധന വന്നതോടെ ദേവാലയത്തിലേക്കുള്ള വരവ് കുറഞ്ഞു. പ്രവാചകന്മാർ എഴുന്നേറ്റ് പറഞ്ഞു, അടി പുറകെ വരുന്നുണ്ട്. ഇരിക്കുമ്പോൾ മേദ്യപാർസ്യൻ മേഖലയിൽ ആ ഭീകരമായ മേഖലയിൽ ഒരു ഭീകര ശക്തി എഴുന്നേറ്റ് വന്നു, അശൂർ. അവരുടെ ആക്രമണം പ്രബലമായി. അവർ 10 ഗോത്രങ്ങളെ ചങ്ങലക്കിട്ട് ഇറാഖിലും സിറിയയിലും മറ്റു മേഖലകളിലും കുടിപാർപ്പിച്ച് വംശശുദ്ധി തകർത്ത് അങ്ങനെ മിസ്സിംഗ് ഗ്രൂപ്പായി 10 ഗോത്രങ്ങൾ ചരിത്രത്തിൽ ജനസമുദായ കടലിൽ ലയിച്ചു. 2 ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന യഹൂദയും ബെന്യാമീനും ഇറങ്ങിപ്പോയെങ്കിലും തിരിച്ചു മടങ്ങി വന്നു. നിങ്ങളിത് രാത്രി ഓർക്കണം. എന്നാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ജീവന്റെ വചനത്തിൽ നിങ്ങളെല്ലാവരും തുറന്ന് വായിക്കാൻ പോകുന്ന ഒരു വേദഭാഗം, ആവർത്തന പുസ്തകം 30-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് കേൾക്കണം. ആവർത്തനം 30-ന്റെ 1 മുതൽ 4 വരെ. ശബ്ദം ഉയർത്തി വേഗം വായിച്ചാട്ടെ. ആവർത്തനം 30-ന്റെ 1 മുതൽ 4 വരെ വായിച്ചേ. ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ ഞാൻ നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന വാഗ്ദത്ത നാടിന്റെ വക്കിലൂടെ ഒഴുകുന്ന യോർദാൻ നദിയുടെ ഇങ്ങേക്കരയിൽ BC 1451 വാഗ്ദത്ത നാട്ടിൽ കാലുകുത്തുന്നതിന് മുൻപ് മോശ എന്ന പൂർവ്വപിതാവ് മരിക്കും മുൻപ് പറയുന്ന പ്രവചനമാണ്. ഈ പ്രവചനത്തിന്റെ ഗൗരവം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒന്നുകൂടെ ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ഞാൻ നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ ഈ വചനങ്ങളൊക്കെയും നിന്റെ മേൽ നിവർത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതത് ജാതികളുടെ ഇടയിൽ വെച്ച് നീ അവയെ നിന്റെ ഹൃദയത്തിലോർത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കലേക്ക് തിരിയുകയും നിന്റെ ദൈവമായ യഹോവ നിങ്ങൾ ഇന്ന് രാത്രി പാസ്റ്റർ രാജു മേത്രയൊപ്പ് എന്നല്ല, ജീവനുള്ള ദൈവമൊപ്പ് എന്നെഴുതിയ വചനം കേട്ടിട്ട് ആമേൻ പറഞ്ഞ് ഈ വാക്യം കേൾക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും എന്ന് അരുളി ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല, ജീവിക്കുന്ന ദൈവമാണെങ്കിൽ രാത്രി ഇവിടെ നിന്ന് ദൈവവചനം കേൾക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തുന്ന സ്തോത്രം ചെയ്തിട്ട് അകം തുടിക്കുമ്പോൾ ഇങ്ങനെ പറയണം. വീട്ടിലെ വൃദ്ധനായ പിതാവിന്റെ മുഖം ചുക്കിച്ചുളിയുമ്പോൾ, പല്ലുകൾ കൊഴിയുമ്പോൾ തൻ്റെ കൊച്ചുമകൻ നോഹ നോക്കിയിട്ട് അപ്പച്ചന്റെ മരണ ദിവസം അടുക്കുന്നു, പ്രളയം അധികം താമസിക്കാതെ ഈ മണ്ണിനെ മൂടുമെന്ന് ഉറപ്പിച്ചത് ഒരടയാളമാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മറ്റൊന്നിനെ നോക്കിക്കൊണ്ട് മടങ്ങി വരവിന്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് സഭ തിരിച്ചറിയാൻ അന്ന് മെതുശലേഹാണെങ്കിൽ ഇന്ന് ദൈവം വെച്ചിരിക്കുന്ന ഒരു അടയാളമാണ് കാലത്തിന്റെ അതിശക്തമായ ഘടികാരമായ യഹൂദൻ. നിങ്ങൾക്കറിയാമോ? അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ത്യയിൽ ഇവർ വന്നു. എവിടെ വന്നു? തോമസ് സ്ലീഹ നിലയ്ക്കലെത്തി എന്ന് പറയുമ്പോൾ നിലയ്ക്കൽ ഒരു യഹൂദ സമൂഹം പാർത്തിരുന്നു എന്ന് റാന്നിക്കാരായ ഞങ്ങൾ ചില വസ്തുതകളുടെ വെളിച്ചത്തിൽ പറയും. എന്തുമാകട്ടെ, കൊച്ചിയിൽ അവരെത്തി. AD 70 ടൈറ്റസിന്റെ തകർച്ചയിൽ, ദേവാലയ തകർച്ചയിൽ ആയിരക്കണക്കിന് യഹൂദന്മാർ കൊച്ചിയിലെത്തി. സ്തോത്രം. അന്നത്തെ ഭരണാധികാരിയായിരുന്ന ചേരമൽ പെരുമാൾ അദ്ദേഹത്തിന് അവർക്ക് യൂദക്കുന്നുൾപ്പെടെയുള്ളത് മാറ്റിവെച്ചു. മാള തനി യഹൂദ ഭാഷയാണ്. അമ്മയുടെ മാർവിടം, അഭയകേന്ദ്രം എന്നാണ് അതിന്റെ അർത്ഥം. അവർ അവിടെ വളർന്നു.
കച്ചവടം ചെയ്തു. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കാം, കൊച്ചുദാഹരണം. നമ്മൾ ഇത്രയും പേര് ഇന്ന് രാത്രി 9 മണിക്ക് 9:30 യോഗം കഴിയുന്നതോടെ ഒരു ടൂർ പ്രോഗ്രാം പോകാന്നിരിക്കട്ടെ. എൻ്റെ കൂടെ ഉണ്ടല്ലേ? നമ്മളിങ്ങനെ പോയി തമിഴ്നാട് ബോർഡർ കടന്ന് പോയി. പെട്ടെന്ന് വണ്ടി അപ്രത്യക്ഷമായി. നമ്മളെല്ലാം അവിടെ എവിടെയോ ചെതറി ജീവിച്ചു. 2000 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ പുതുപ്പള്ളിയിലേക്കോ മണർകാട്ടിലേക്കോ ഒന്ന് മടങ്ങി വരാൻ നമ്മുടെ മക്കളുടെ കൊച്ചുമക്കളുടെ മക്കളെല്ലാം കൂടെ തീരുമാനിച്ച് തിരിച്ചൊരു വണ്ടി കയറി ഇവിടെ വന്നാൽ എന്തായിരിക്കും ഗതി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ സഹസ്രാബ്ദം 2 യൂദത്തെരുവിൽ പാർത്ത യഹൂദന്മാരിൽ 8000 പേർ ഇവിടെ നിന്ന് തിരിച്ചു വണ്ടി കയറി പലസ്തീനിലെത്തി. അവർ യൂദത്തെരുവിന് തുല്യം കൊച്ചി തെരുവ് സ്ഥാപിച്ച്, കൊച്ചി മ്യൂസിയം വെച്ച്, മലയാള ഭാഷ അത് സംസാരിച്ച്, മലയാള ഭക്ഷണം കഴിച്ച് ഇസ്രയേലിൽ പാർക്കുമ്പോൾ ഇതിന്റെ പുറകിൽ ചലിച്ച കരമേതാ? കൊങ്കൺ തീരത്ത് വന്നടിഞ്ഞ അതിശക്തരായ ഒരുപറ്റം യാത്രക്കാരായ യൂദന്മാർ ബോംബെ, താന, പൂന മേഖലയിൽ 2 സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ കുടികയറി. കാലം മുൻപോട്ട് നീങ്ങി. അവരുടെ രക്തസാമ്പിളുകൾ യഹൂദന്മാർ പരിശോധിച്ചപ്പോൾ DNA കൃത്യമായി 80,000 പേർ മടങ്ങിപ്പോയി ഇന്ന് പലസ്തീനിൽ പാർക്കയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ മിസോറാം മേഖലയിലുള്ള ഒരുപറ്റം ആളുകളുടെ ശനിയാഴ്ച ആചാരം യഹൂദന്മാരുടെ കണ്ണിൽപ്പെട്ടു. സ്തോത്രം. ബെനെ ഇസ്രയേൽ, ബെന്യാമീൻ വിഭാഗത്തിൽപ്പെട്ട ഇസ്രയേലിന്റെ പിന്മക്കൾ 487 പേരെ 2023 പാസ്പോർട്ട് നൽകി ഇസ്രയേൽ ഗവൺമെന്റ് പലസ്തീനിൽ എത്തിച്ചു. DNA പരിശോധിച്ചപ്പോൾ മനസ്സിലായി Y ക്രോമോസോം ബന്ധത്തിൽ ഇത് യഹൂദ പാരമ്പര്യമാണെന്ന്. ബാക്കി 6000 പേർക്ക് ഇന്ത്യയിൽ നിന്ന് വിസ അനുവദിച്ച് അവർ വണ്ടി കയറാൻ കാത്തു നിൽക്കുമ്പോൾ ഇത് സാധാരണ സംഭവമല്ല. ഇതിന്റെ പുറകിൽ ചലിക്കുന്ന ദൈവത്തിന്റെ കരം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം, വരാറായി, എൻ്റെ നാഥൻ മടങ്ങി വരാറായി. ഒന്ന് കരങ്ങളൊന്ന് ഉയർത്തി പിടിക്കാമോ? ഒന്ന് ശബ്ദം ഉയർത്താമോ? ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ പോലും ഇതിനകത്ത് മൗനമാകരുത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ദൈവശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന സകല ദൈവമക്കളും ആ 2 കൈകളും ഉയർത്തി പിടിച്ചിട്ട് പറയണം, എൻ്റെ നാഥൻ വരാറായി, എൻ്റെ നാഥൻ വരാറായി. ആ കരങ്ങൾ 2 ഉയർത്തി പിടിച്ച് യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി വിളിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങളൊന്ന് ഉയർത്തി യേശുവേ എന്ന് അഭിമാനമൊക്കെ മാറ്റിവെച്ച് ലജ്ജ കൂടാതൊന്ന് വിളിച്ചാട്ടെ. യേശുവേ, രക്തത്താൽ ജയം. ഞാൻ വിശ്വസിക്കുന്നു ഈ ഗ്രൗണ്ടിന് മീതെ എൻ്റെ ദൈവത്തിൻ്റെ തേജസ് വ്യാപരിച്ചു നിൽക്കുകയാണ്. കർത്താവിൻ്റെ കരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. അന്ന് 2 പേർ കിടക്കയിൽ വിശ്രമിക്കും. ഒരാളിനെ കൈക്കൊള്ളും, മറ്റൊരാൾ ഇടുക്കപ്പെടും, അവഗണിക്കപ്പെടും. 2 പേർ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. അന്ന് ഒരാൾ കൈക്കൊള്ളും, മറ്റൊരാൾ അവഗണിക്കപ്പെടും. 2 പേർ ഒരു വയലിലായിരിക്കും. രക്തത്താൽ ജയം. ഒരാൾ പരിഗണിക്കപ്പെടും, മറ്റൊരാൾ അവഗണിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഒന്നിച്ചൊരു പായയിലിരുന്ന് ആരാധിക്കുന്നവരിൽ ഒരാൾ പോകും, ഒരാൾ കൈവിടപ്പെടും. ആ പോകുന്ന കൂട്ടത്തിൽ ഞാനും വേണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി പറയണം, ഞാൻ കൈവിടപ്പെടരുത്. ദൈവശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുകയാണ്. തേജസ്സിന്റെ മേഘം ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽ വിരിക്കുകയാണ്. ആരൊക്കെ അവഗണിച്ചാലും പരിഗണിച്ചാലും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഈ അന്ത്യകാലത്ത് ഈ മിനിസ്ട്രി മുഖാന്തരം സ്വർഗം ചില വ്യക്തികളോട് ആഴത്തിൽ ഇടപെടാൻ തുടങ്ങുകയാണ്. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യകുലം 2ആയി പിരിയാൻ പോകുന്നു. ആ സംഘത്തിൽ ഞാൻ കാണണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ കരം ഉയർത്തിക്കാട്ടെ. ഗ്ലോറി. ശബ്ദമുയരട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ കരങ്ങൾ താഴ്ത്തിയിട്ട് 1 മിനിറ്റ് പറയട്ടെ. ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ബൈബിൾ പ്രവചനം എഴുതി പാർസികൾ, കൂശ്യർ, പൂത്യർ, അവരുടെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹവും നിന്നോടൊപ്പം പുറപ്പെടുമാറാകും, ഒരുങ്ങിക്കൊള്ളുക. ശബയും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ ബാലസിംഹങ്ങളും നിന്നോട് എന്ന് പറഞ്ഞാൽ പാർസി. ആരാ പാർസി?
ചരിത്രം പഠിക്ക്. 1935 മുൻപ് പാർസികൾ എന്ന് പേരുള്ളത് ഇറാനാണ്. 35 സ്വീകരിച്ച ഇറാൻ എന്ന നാമം പാർഷ്യയിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇറാന്റെ നേതൃത്വത്തിൽ പല ജാതികളിൽ നിന്നും വന്ന് മതിലുകളും ഓടാമ്പലുകളും ഇല്ലാതെ നീ പാർക്കുമ്പോൾ കൊള്ള ചെയ്യേണ്ടതിനും കവർച്ച എടുക്കേണ്ടതിനും നിലത്തുകൂടെ ഇഴഞ്ഞല്ല ആകാശത്തുകൂടെ പറന്ന് മഴക്കോൾ പോലെ വ്യോമയുദ്ധത്തിന് അവർ വരും. ഇറാന്റെ നേതൃത്വത്തിൽ പൗരസ്ത്യ ശക്തികളുടെ പിന്തുണയോടെ ഇസ്രായേൽ പർവ്വതനിരകളിൽ അന്ത്യയുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ അണ്വായുധം ഉപയോഗിക്കപ്പെടും എന്ന് വരെ എഴുതിയ ജീവന്റെ വചനമാ കൈകളിലിരിക്കുന്നതെങ്കിൽ യുദ്ധത്തിന്റെ കൊടുമുഴക്കം കേൾക്കുന്ന ദൈവമക്കൾ ഉറങ്ങേണ്ട രാത്രിയല്ല, ഇന്ന് രാത്രി ശബ്ദമുയർത്തി പറയണം, ആ നാളും നാഴികയും അറിയായിക്കൊണ്ട് ഇന്ന് രാത്രി ഉണർന്നിരിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റേ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റേ. ആ രണ്ട് കൈകളും കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. കഴിയുമെങ്കിൽ നിങ്ങൾ ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചേ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്നെ പ്രിയപ്പെട്ട ശ്രദ്ധിക്കണേ. ദൈവത്തിന് സ്തോത്രം. മുൻപിൽ മഞ്ഞുമലയുണ്ട്, യാത്ര സൂക്ഷിക്കണം എന്ന് നോർവീജിയൻ കപ്പൽ ടൈറ്റാനിക്കിന് മുന്നറിയിപ്പ് നൽകി. പക്ഷെ മുന്നറിയിപ്പ് അവഗണിച്ച് മുൻപോട്ട് പോയി 2 മുറിഞ്ഞ് 1500 യാത്രക്കാളുമായി കടലിലോട്ട് ഇറങ്ങി. നിങ്ങൾക്കറിയാമോ, 2004 കടലൊന്ന് വലിഞ്ഞകത്തോട്ട് കയറി. മീൻ പിടിക്കാൻ പറ്റിയ പരുവം എന്ന നിലയിൽ ഒരുപറ്റം ആളുകൾ കടലിലേക്ക് ഇറങ്ങി. പക്ഷേ ഭീകര സുനാമി തിരകൾ ഉയർന്ന് 10,000 മരിച്ചു. മുന്നറിയിപ്പില്ലാത്ത ദുരന്തമായിരുന്നു. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോ നീ ഗാഢനിദ്രയിലായിരിക്കുമ്പോഴാകാം, നീ വയലിലെ പണിയിലായിരിക്കുമ്പോഴാകാം, നീ ഓഫീസിലെ ജോലിയിലായിരിക്കുമ്പോഴാകാം, ഒരു ഇടി മുഴങ്ങുന്നത് പോലെ കാഹളത്തിന്റെ നാദത്തിൽ ദൈവത്തിന്റെ തിരുസഭ ഇവിടുന്ന് മാറുമെന്നത് സങ്കല്പമല്ല. ആ വേർപാട് നിത്യമായ വേർപാടായിരിക്കും. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. പേർ വിളിക്കും നേരം കാണും എൻ പേരും, ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാൻ ഉയർത്തുതാൻ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടി ആകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും.